We march to proclaim and live out the sacred truth that every single child is a miracle and a gift from God. വാഷിംഗ്ടൺ DC-യിൽ നടന്ന 52ാമത് മാർച്ച് ഫോർ ലൈഫ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ജീവൻ പ്രഘോഷിക്കപ്പെടുന്ന ഒരു സംസ്കാരം ഉടലെടുക്കണമെന്ന പ്രസ്താവന ലോകത്തെ മുഴുവൻ പുളകം കൊള്ളിച്ചുവല്ലോ. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും വീഡിയോ സന്ദേശത്തിലൂടെ ഈ സന്ദേശത്തിന് ഊന്നൽ നൽകി. സ്ഥാനമേറ്റെടുത്ത ശേഷം വാൻസ് ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നല്ലോ അത്. ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഒപ്പം തന്നെ അത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് കൂടിയുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കുടുംബജീവിതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അധികം മക്കളെ വേണ്ട എന്ന ആശയം കൂടി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണല്ലോ അണുകുടുംബം എന്ന ആശയം. സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ ഈ ആശയത്തെ ഇപ്രകാരം തിരഞ്ഞെടുക്കുന്നത്. ഈ ആശയത്തിനെതിരായി ജീവന്റെ സംസ്കാരം എന്ന ആശയത്തിന് പൂർണ്ണ പിന്തുണ പ്രസിഡന്റ് ട്രംപ് ഏറ്റെടുത്തതായി പറയുന്നു. മക്കളുടെ എണ്ണക്കുറവ് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചൈന, ജപ്പാൻ, ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള അനേകം രാജ്യങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കാരണം പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവർക്ക് വൃദ്ധസദനങ്ങളെ ആശ്രയിക്കേണ്ടതായും വാർദ്ധക്യകാലത്ത് മക്കളുടെ സ്നേഹം ലഭിക്കാത്ത അവസ്ഥയും സംജാതമായിരിക്കുന്നു. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും എന്ന ദൈവവചനത്തെ കാറ്റിൽ പറത്തുകയാണല്ലോ ഭ്രൂണഹത്യ എന്ന മാരകഭാവത്തിലൂടെ സംഭവിക്കുന്നത്. ഒപ്പം തന്നെ 10 പ്രമാണങ്ങളിൽ കൊല്ലരുത് എന്ന പ്രമാണത്തെ നിഷേധിക്കുകയാണല്ലോ ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നത്. അതുപോലെ ഒരു മഹായുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യജീവന്റെ എണ്ണത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഇന്ന് അനുദിനം അമ്മമാരുടെ ഉദരത്തിൽ നടക്കുന്ന ഭ്രൂണഹത്യയിലൂടെ സംഭവിക്കുന്നത്. അമേരിക്കയോടൊപ്പം ലോകത്തിലെ എല്ലാ ജനതകൾക്കും ഈ നന്മ പ്രവൃത്തി ഏറ്റെടുക്കുകയാണെങ്കിൽ ലോകം എത്ര മനോഹരമായി മാറുമെന്നുള്ള അവസ്ഥ വർണ്ണനാതീതമായിരിക്കുകയില്ലേ. 2020-ലും ഇതുപോലെ ഒരു പ്രോ ലൈഫ് മാർച്ചിൽ ട്രംപ് പങ്കെടുത്ത കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. 2024 ഓഗസ്റ്റ് 10-ന് തൃശൂർ രൂപതയുടെയും മറ്റു കത്തോലിക്ക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്ന പ്രോ ലൈഫ് മാർച്ചിൽ എനിക്കും കുടുംബത്തിനും പങ്കെടുക്കുവാൻ അനുവദിച്ചത് ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പ്രകാശിപ്പിക്കട്ടെ. പ്രായശ്ചിത്ത പ്രവൃത്തി എന്ന രീതിയിലാണ് അതിൽ ഞങ്ങൾ പങ്കെടുത്തത്. 1991 മാർച്ച് 5-ന് ഇതുപോലെ ഒരു അബോർഷന് ഞാൻ മുൻകൈ എടുക്കുകയും അത് മേൽ പറഞ്ഞ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഒരു ധ്യാനത്തിലൂടെ പാപബോധം ലഭിച്ചതിനെ തുടർന്ന് ദൈവത്തോട് മാപ്പ് പറയുകയും അന്നു മുതൽ അതിനുവേണ്ട പരിഹാര പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ കാരുണ്യവാനായ ദൈവം സഹായിക്കുകയും ചെയ്തു. ഇന്നും ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എന്നെ പോലെയുള്ള അനേകം പാപികളുടെ മാനസാന്തരത്തിനായി ട്രംപ് ഭരണകൂടത്തിന്റെ ഈ സന്ദേശം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. President Trump issued a strong endorsement of the Born Alive Abortion Act, ensuring that those babies who survived botched abortions enjoy the equal protection under law, which is the obligation of every citizen to enjoy in this country.